ഹലോ ഗൈസ്, അപ്പോൾ ഇന്നാണ് നമ്മൾ നാട്ടിൽ പോകുന്നത്. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റു. പുതപ്പൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഞാനിങ്ങനെ പൊത്തി വെച്ചേക്കാണ് പൊടി കയറാതിരിക്കാൻ. അങ്ങനെ എനിക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ബാഗിൽ ഒന്നുകൂടെ അടുക്കി പറക്കി വെക്കണമായിരുന്നു. അതെല്ലാം ഞാൻ ചെയ്തു. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 5:15 കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു, ഒന്ന് ഫ്രഷപ്പായി. ഇനി നമുക്ക് റെഡി ആവാൻ തുടങ്ങാം. ഇതാണ് കേട്ടോ ഞാനിടുന്ന ഡ്രസ്സ്. ഇപ്പോൾ ഇട്ടിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, ദിസ് ഈസ് മൈ ഡ്രസ്. ഈ ഒരു ഉടുപ്പും ഈ ഒരു കോട്ടുമാണ് ഇടുന്നത്. തണുപ്പുണ്ടാവും, അതുകൊണ്ടാണ് ഈ കോട്ട് എടുക്കുന്നത്. ആൻഡ് ദിസ് ഇസ് സ്ലീവ്ലെസ് ഓൾസോ, സോ നന്നായിട്ട് തണുക്കും. അമ്മ ഇവിടെ മുട്ട പുഴുങ്ങാൻ ഇട്ടിട്ടുണ്ട്. ഇത് അകത്ത് കറിയുള്ളത്. ഇത് റോൾസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കിസാൻ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ്. ഇതിലെല്ലാ പഴത്തിൻ്റെയും രുചികളുണ്ട്. ഇങ്ങനൊരു തൊപ്പി ഉണ്ടായിരുന്നെങ്കിൽ മദാമയുടെ കണക്കായനല്ലേ. ഇപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മാല. അപ്പം ഞാൻ ഈ വേസ്റ്റുകൾ ഇറങ്ങിയേക്കാം കേട്ടോ. സ്കൂളിൽ പ്രയർ വിളിച്ചു തുടങ്ങി. ഞാൻ പോയിട്ട് വരാം. നമുക്ക് പോവാം ഗൈസ്. എടാ, വണ്ടിയുടെ താക്കോൽ എന്തിയടാ? ഉണ്ടോ? ആഹാ, എല്ലാം കൊണ്ടല്ലേ ഇറങ്ങിയത്. അങ്ങോട്ട് വെക്കുമോനെ ബാഗ്? എന്തേ? പിന്നെ എൻ്റെ ആവശ്യത്തിന് എനിക്ക് വേണ്ടേ? ഇങ്ങോട്ടിരിക്കുന്നേ, നീ ദൂരെ പോയിരിക്കാം. നിന്നെ കൂടെ കിട്ടും, നല്ല സ്റ്റൈല് വരത്തുള്ളൂ. നിന്റെ ലുക്ക് കണ്ടിട്ട് ആൾക്കാർ വിചാരിക്കട്ടടാ ചൂടെടുക്കുന്ന. അയ്യോ, ഇത് ഊരിയിടാനും പറ്റൂല, ചൂടെടുക്കുന്നു. ക്രോസ് ചെക്ക് ചെയ്തില്ല ഒന്നുകൂടെ. ഉച്ചയ്ക്ക് 1:20 ഫ്ലൈറ്റ്. അതുകൊണ്ട് നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഒരു 3-4 മണിക്കൂർ മുൻപേ നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. പക്ഷേ അച്ഛന് രാവിലെ മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അത് മിസ്സാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിൽ വന്ന് തിരിച്ച് പെട്ടിയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ട് നമ്മൾ നേരത്തെ എയർപോർട്ടിലോട്ട് പോയി. നിങ്ങൾ കണ്ട പോലെ ഞാൻ രാവിലെ ഒരു ചപ്പാത്തിയുടെ റോളാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഇതൊരു ഹെവി ട്രാവൽ ആയിരുന്നുകൊണ്ട്. രണ്ടാമത്തെ കാരണം ഇത് രാവിലെ നമ്മൾ ഇതിന് എണീറ്റിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ രാവിലെ എണീറ്റിരുന്ന് ഇത്രയും ഹെവിയിൽ ഫുഡ് കഴിക്കുക എനിക്ക് ചില സമയത്ത് പറ്റില്ല. ഞാൻ പ്രത്യേകിച്ച് നാട്ടിലായിരുന്നപ്പോൾ എനിക്കിങ്ങനെ വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നാലോ എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ചായ കുടിച്ചു, പിന്നെ ഈ ഒരു ചപ്പാത്തിയുടെ റോളും കഴിച്ചു. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ തലേദിവസം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തലേദിവസത്തെ വീഡിയോ കണ്ടിട്ടില്ലേ? അതുപോലെ ഞാൻ 2 ക്രോസോന്തും ജ്യൂസും ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും 2 ക്രോസോന്ത് മേടിച്ചിട്ട് വന്നു. അതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് കരുതി. പിന്നെ അമ്മയും ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അമ്മ എയർപോർട്ടിൽ ഇരുന്ന് കഴിക്കാനായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എയർപോർട്ടിലെ ഫുഡിനൊക്കെ നല്ല വിലയാണ്. നമ്മുടെ വയറ് നിറയുന്ന അത്രയും കഴിക്കാനാണെങ്കിൽ ഒരുപാട് പൈസയാകും. അതുകൊണ്ട് അമ്മയും ഫുഡ് എടുത്തു. എന്താ ഫുഡ് എടുത്തതെന്ന് ഞാൻ കണ്ടില്ല. അത് ഇനി കാണിക്കുമ്പോൾ ഞാൻ പറയാം. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രാവൽ തന്നെയായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ അങ്ങനത്തെ വീഡിയോസൊന്നും എൻ്റെ എടുക്കാൻ കാണില്ല മിക്കവാറും. പക്ഷേ എന്തായാലും ഞാൻ ഇങ്ങനൊരു നാട്ടിൽ പോകുന്ന വീഡിയോ ആയിട്ട് തുടങ്ങിയത് കൊണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയല്ലോ ഞാനും അച്ഛനും ഒക്കെ ആയിട്ട്. അന്ന് ഞങ്ങൾ പോയതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ അമ്മയുടെ കയ്യിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് പറ്റുവാണെങ്കിൽ ഞാനൊരു വീഡിയോ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചാനലിടാം. അതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഞാൻ അന്ന് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഫുൾ എക്സാംസ് ആയിരുന്നു. ഇങ്ങനെ മാറി മാറി എക്സാമുകളുടെ ഒരു സീസൺ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചാനലിൽ വന്ന ഫുൾ വീഡിയോസും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതെല്ലാം എൻ്റെ അമ്മയായിരുന്നു. ഞങ്ങൾ അഥവാ പുറത്തെങ്ങാനും പോകുന്നെങ്കിലോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഉള്ള ചെറിയ ചെറിയ വീഡിയോസ് ഫുൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇതൊക്കെ ഇടാനായിട്ടൊരു മനസ്സ് വന്നില്ല. കാരണം എല്ലാം ഒരു ഓർഡറിനാവണമല്ലോ. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനൊരു വീഡിയോ ഇട്ട് തുടങ്ങിയോണ്ട് ഞാൻ വിചാരിച്ചു എങ്കിൽ ഇതും ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് തുടങ്ങാമെന്ന്. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. സോ
നമ്മൾ അങ്ങനെ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ എയർപോർട്ട് പകൽ സമയത്തിനെക്കാട്ടിൽ കൂടുതൽ കാണാൻ ഭംഗി രാത്രി സമയത്ത് വരുന്നതാണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ രാത്രി വരാനായിട്ട്. പിന്നെ അവിടെ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ കിടപ്പുണ്ട്, ഒമാനെയറും ഒക്കെ കിടപ്പുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഞാൻ 2 ദിവസം മുമ്പ് വന്നപ്പോൾ എൻ്റെ ആ ഷോപ്പിംഗ് ബ്ലോഗ് നിങ്ങൾ കണ്ടല്ലേ, അപ്പോൾ അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു അവിടെ കുറേ ഖത്തർ എയർവേസ് കിടപ്പുണ്ടായിരുന്നു. നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് വന്നപ്പോൾ ലഗേജുമായിട്ടാണ് വന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ മീറ്റിങ്ങും കഴിഞ്ഞ് പിന്നെ അച്ഛനെ വേറൊരാളായിരിക്കും കൊണ്ടാക്കുന്നത്. അപ്പോൾ ആ ആങ്കിൾ കൊണ്ടാക്കുമ്പോൾ ആങ്ങളുടെ വണ്ടി ചെറുതായതുകൊണ്ട് നമ്മുടെ ലഗേജ് അതിനകത്ത് കംപ്ലീറ്റ്ലി കയറില്ല. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും പിന്നെ സമയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതും കൂടെ കൊണ്ടും നമ്മളെ നേരത്തെ ആക്കിയിട്ട് അച്ഛൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം കാണാൻ നല്ല ശാന്തമായിട്ട് കിടക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു കേട്ടോ എയർപോർട്ടിൽ. അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അകത്തോട്ടൊന്ന് കയറിയിട്ട് മുടിയൊന്ന് ഒന്നോട് അയച്ച് കെട്ടണം. ഇന്നത്തെ എൻ്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണുന്നവർ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അഥവാ എൻ്റെ ഫ്രണ്ട്സാണ് ഇനി കാണുന്നതെങ്കിൽ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിനി കാണുമ്പോഴോ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ട്രോളിക്കകത്ത് കയറി ഇരിക്കുകയാണ് ഗൈസ്. ഞാനാണ് ബോണറ്റ് കാറിന്റെ. കൊല്ലട്ടെ? നീ കൊല്ലൂല്ലേ? എന്റെ മുതലാളിയോട് പറയും. ആഹാ, ഞാൻ ശബ്ദം കേട്ട്. ഇതെന്റെ കൊസോന്ത ചേച്ചി പൊട്ടിച്ചെന്നായിരുന്നു. റൈവൽസിന്റെ ഏരിയ ആണ് കേട്ടോ താഴെ കാണുന്നത്. രാവിലെ ഞാൻ കാണിച്ച പോലെ ഒരു ചപ്പാത്തി റോൾ എടുത്ത് തിന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഒരു ഗ്ലാസ് ചായയും കുടിച്ചു. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഉറക്കം വരുന്നു. ഞാൻ രാവിലെ 5 മണിക്ക് എണീറ്റത്. അച്ഛനിപ്പോൾ വരും ഗൈസ്. എന്റെ കൊച്ചു അബർ എഴുന്നതാട്ടോ. അബറേ അബർ, അറബല്ല അബർ. റബ്ബറോ? അറബ്. അറബ്. നല്ല തണുപ്പ്. ഗേറ്റ് ഇപ്പഴേ ഓപ്പൺ ആക്കി വെക്കും അവര്. ഇത്രയും വലുത് എയർപോർട്ട് ഗൈസ്. എല്ലാം ഒരു പൊട്ടിന്റെ അത്രയും കാണിച്ചേക്കുന്നു. ഇവിടെ ബാഗേജസ് റാപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ഒടുക്കത്തെ വിലയാണ്. പിന്നെ എയർപോർട്ടിലായതുകൊണ്ട് പറയാം ഇവിടെ എല്ലാത്തിനും കത്തി എന്ന് പറയുന്ന കൊടും കത്തിയാണ്. നമ്മൾ ബാഗേജസ് കൊടുത്തു. ഇനി എമിഗ്രേഷൻ അല്ലേ? എമിഗ്രേഷൻ കഴിഞ്ഞു നമുക്ക് സെക്യൂരിറ്റി ചെക്കപ്പിന് പോവാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. അവിടെ ഇരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയുടെ റോള് ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു. നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഇവ എന്തിനാ കരയുന്നല്ലേ? സംഭവം വേറൊന്നുമല്ല. ഞാൻ ഈ ഫോൺ ചാരി വെച്ചത് എൻ്റെ ടിഫിൻ ബോക്സിലാണ്. പക്ഷെ ആ ടിഫിൻ ബോക്സ് അവനും സ്കൂളിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് തരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഉള്ള സങ്കടത്തിൽ പൊട്ടി പൊട്ടി കരയുകയാണ് ഗൈസ് സമ്പാദിച്ച്. ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ഗൈസ്. എയർ ഹോസ്റ്റസ് തലകെട്ടിയ പോലെ ഇരിക്കും. Baggage must not be left unattended at any time. Any baggage found unattended will be removed and detained. പഴയ വീഡിയോ പറഞ്ഞതുപോലെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വഴി തെറ്റിയായി എല്ലാം കഴിഞ്ഞു. ഇത് ഗേറ്റ് B ആണ് കേട്ടോ. നമുക്ക് പോയി അവിടുത്തെ വാഷ്റൂമിലൊന്ന് കയറി കറങ്ങിയിട്ട് വരാം. എൻ്റെ പിതാശ്രീയെ കാണുന്നില്ലല്ലോ.
ഡാഡി കൂടെ അങ്ങോട്ട് പോയോ? വാ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ആ, ഇപ്പം സമയം 11 മണി ആവാൻ പോകുന്നതേ ഉള്ളൂ. 12 മണിയോ 12:30 ആകുമ്പോഴും ഗേറ്റ് തുറക്കുള്ളൂ. ഒമാനെയർ കിടപ്പുണ്ട്, വേറെ 2 ഫ്ലൈറ്റ് കിടപ്പുണ്ട്, ഏതാണെന്നറിയില്ല. പണ്ട് ഞാനിരുന്നതും അങ്ങായിരുന്നു, ആ സൈഡിൽ എവിടെയായിരുന്നു. അച്ഛനുമായിട്ട് വന്നപ്പോൾ ഏതോ ഒരു ഫ്ലൈറ്റിൽ ആൾക്കാരതേ കയറിക്കൊണ്ടേയിരിക്കുന്നു, എയറോ പിടിച്ചു വഴി. ഞാനിതിൻ്റെ തുമ്പത്താണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അമ്മ എന്തോ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. അത് ചോറായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും ചമ്മന്തിയും മുട്ടയപ്പവും പിന്നെ എന്തോ ഒരു തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിക്കുകയാണ്. ഞാനാണെങ്കിൽ ചെവിയിലുണ്ടല്ലോ ജെമി ക്യാമ്പൽ പവർ എന്ന് പറഞ്ഞ സ്ട്രേഞ്ചർ തിങ്സിലെ വെക്ന അയാൾ പാടിയ ബെറ്റർ മാൻ എന്ന് പറഞ്ഞൊരു പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് ഇവർ പറയുന്നതൊന്നും അങ്ങോട്ട് വ്യക്തമാവുന്നില്ല. ഇപ്പോൾ ഗൈസ് നമ്മൾ ചോറ് കഴിച്ച് കഴിഞ്ഞ് ഇനി കൈ കഴുകിയിട്ട് ഗേറ്റിന് അങ്ങോട്ട് പോകണം. ഇപ്പോൾ ഗൈസ് നമ്മളിനി ഗേറ്റിലോട്ട് പോവാണ്. ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. 12 മണിക്കാണ് ഓപ്പൺ ആവുന്നതായിട്ട് കാണിച്ചത്. എന്ത് സാധനമാണ് പേരറിയത്തില്ല. പഴയ വ്ളോഗിൽ ഒട്ടാത്തനെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഹലോ മോനെ, എന്തൊക്കെയുണ്ട്, സുഖമാണോ? ആയിരുന്നു കഴിച്ച് ഞാൻ പണ്ട് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഗേറ്റ്. ഈ വഴി കൂടെ ഞാൻ ആദ്യമായിട്ടോ പോകുന്നത്. എന്ത് രസമെന്ന് അറിയാം, മറ്റേ എൻഡ് ഓഫ് ബിഗിനിങ്ങും കേട്ടിട്ടുണ്ട് ഇത് പോവാൻ. C8.